ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അളിയൻ വലിയ വായനയിലായിരിക്കും അല്ലേ? നിന്റെ കണ്ണിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അങ്ങനെയല്ല, ഞാൻ ഒരു വിശേഷം ചോദിക്കുന്ന ഫ്ലോയിലൊക്കെ ചോദിച്ചെന്നേ ഉള്ളൂ. അളിയനോട് എനിക്ക് വളരെ സീരിയസ് ആയിട്ടൊരു കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു. സമയം ഉണ്ടാവൂ? അളിയനോട് സംസാരിക്കാൻ ഇച്ചിരി സമയം നീക്കി വെക്കുന്നതിൽ എനിക്ക് വിരോധമൊന്നുമില്ല. ഈ പെമ്മക്കളുള്ള അച്ഛനമ്മമാരുടെ മനസ്സ് ഒരു തീക്കുണ്ടം പോലെ. ഇപ്പോഴത്തെ കാലത്തെ ആൺമക്കളെ നമുക്ക് കുറച്ചെങ്കിലും വിശ്വസിക്കാം. പക്ഷെ പെൺകുട്ടികളുടെ കാര്യം അങ്ങനെയല്ല. സ്വന്തം അനുഭവത്തിൽ നിന്നല്ലേ പറയുന്നത്. അപ്പൊ പിന്നെ എനിക്ക് നിഷേധിക്കാൻ പറ്റില്ലല്ലോ. അയ്യോ അളിയ, ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. ഈ ആൺപിള്ളേരാവുമ്പോ കുറച്ച് മനക്കെട്ടി ഉണ്ടാവുമല്ലോ. പെൺപിള്ളേരുടെ കാര്യം അങ്ങനെയല്ലെന്ന്. എന്തെങ്കിലും ഒരു കാര്യം അവർ മനസ്സിൽ ആഗ്രഹിച്ചാൽ അത് നടന്നില്ലെങ്കിൽ ഉടനെ ആത്മഹത്യയെ കുറിച്ചാണ് ചിന്തിക്കും. കീർത്തിയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത്. ചുറ്റിവളക്കൽ കണ്ടപ്പോഴേ തോന്നി. കാര്യം എന്താന്ന് പറ. അളിയ, നബീന്റെ വിവാഹ നിശ്ചയമൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് ഞാൻ എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് അളിയന് തോന്നാം. പക്ഷേ സ്വന്തം മോള് ജീവിച്ചിരിക്കണമെന്ന് ഒരച്ഛൻ ആഗ്രഹിച്ചൂടെ? നവീനില്ലാതെ അവൾ ജീവിക്കില്ലെന്നാ പറയുന്നത്. അളിയനൊന്ന് മുൻകൈയെടുത്ത് എല്ലാവരോടും ഒന്ന് സംസാരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ തന്നെ ഈ പുറം ബന്ധങ്ങളൊക്കെ നമുക്കെന്തിനാ അളിയാ? കീർത്തി നവീനും ആവുമ്പോ അവരൊന്നിച്ച് നന്നായിട്ട് ജീവിക്കില്ലേ? കീർത്തി മോളിങ്ങോട്ട് വാ. അച്ഛൻ ഈ പറഞ്ഞതൊക്കെ സത്യമാണോ? അതെ. അമ്മയും മോളും കൂടി ഇത്രയൊക്കെ ശ്രമിച്ചിട്ടും ഈ വിവാഹം മുടക്കാൻ പറ്റിയില്ല. അപ്പൊ പിന്നെ അച്ഛനെയും കൂട്ടുപിടിക്കാൻ എത്തി അല്ലേ? അളിയ, അത് എടോ, സ്വയം വിഡ്ഢികളാകുന്നതിന് ഒരു അതിരുണ്ട്. ഇതുവരെ നിങ്ങൾ 3 പേരും കൂടി കാണിച്ചു കൂട്ടിയ ഒരു കാര്യവും ഞാൻ മറന്നിട്ടില്ല. ഇനി എന്തെങ്കിലും കാണിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അളിയനാണ് പെങ്ങളാണെന്നുള്ള പരിഗണന എന്റെ ഭാഗത്തുനിന്നുണ്ടാവില്ല. ഇത്തരം കുഴപ്പങ്ങൾ കൊണ്ട് എന്റെ മുമ്പിൽ വന്നു പോകരുത്. എന്റേന്നല്ല, ഇവിടെ ആരുടെയും മുമ്പിൽ വന്നു പോകരുത്. മനസ്സിലായ? എടോ, പുത്രി വാത്സല്യമൊക്കെ നല്ലതാ. പക്ഷെ ആ വാത്സല്യത്തിനൊപ്പം അടക്കി ഒതുക്കി അവരെ വളർത്താനും കൂടി പഠിക്കണം. ഉദയം ചെല്ല്. മോളെ, അമ്മാവന്റെ മുന്നിൽ പോയി എരക്കാനാണോ ഞാൻ പറഞ്ഞേ? അച്ഛനെ കൊണ്ട് എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഉപകാരം ഉണ്ടായിട്ടുണ്ടോ? അതിപ്പോ അളിയന്റെ മുന്നിൽ അങ്ങനെയല്ലാതെ ഞാൻ പിന്നെ അച്ഛനെ കൊണ്ട് അതേ നടക്കൂ. അച്ഛനെന്താ അവരുടെ അടിമയാണോ ഇങ്ങനെ ഓച്ചാനിച്ച് നിൽക്കാനായിട്ട്? പിന്നെ ഒരു കണക്കിന് അങ്ങനെ അല്ലേ മോളെ?